നിങ്ങൾ ഈ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ ആളിനെ 41 ദിവസം ജയിലിലിട്ട് വെച്ചത് ആരാ? 41 ദിവസം ജയിലിലിട്ടതിന് SIT സമാധാനം പറയണം? അല്ല, സമാധാനം പറയേണ്ടത് കോടതിയാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയാണ് വായിച്ചത്, പോലീസ് കസ്റ്റഡി അല്ലല്ലോ. ജുഡീഷ്യൽ കസ്റ്റഡി എന്നാണ് അതിനെ വിളിക്കുന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ജുഡീഷ്യൽ കസ്റ്റഡി. ഇവര് ഈ മനുഷ്യനെ റിമാൻഡ് ചെയ്യണം. ഇങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ആ കള്ളനാണ്, കൊലപാതകമാണ്, ഭീകരനാണ്, ആറ്റം ബോംബും കൊണ്ട് നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് റിമാൻഡ് റിപ്പോർട്ട് എഴുതും. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രഥമ ദൃഷ്ട്യാ കാര്യമായ കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്താൽ അത് ജുഡീഷ്യൽ കസ്റ്റഡിയാണ്, കോടതിയുടെ കസ്റ്റഡി. കോടതിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇയാളെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് സബ് ജയിലിലേക്ക് വിടും. ഇതാണ് ജുഡീഷ്യൽ കസ്റ്റഡി. അവിടെ നിന്ന് പോലീസ് പറയും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനായിട്ട് 2 ദിവസത്തേക്ക് ഇയാളെ തരണം. 2 ദിവസവും തരാൻ പറ്റില്ല, 1 ദിവസം തരാം. 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടും. അപ്പോൾ അവർ പോലീസ് ക്ലബ്ബിലോ എവിടെയും കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തിട്ട് തിരിച്ച് ജയിലിൽ കൊണ്ടുവന്നാൽ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡി. മജിസ്ട്രേറ്റിന്റെയോ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ കസ്റ്റഡിയിലാണ് തന്ത്രി 41 ദിവസം ഇരുന്നത്. ഒരു തെളിവുമില്ലാതെ കസ്റ്റഡിയിൽ വെച്ചത് എന്തിനാ? 28 ദിവസം കഴിയുമ്പോഴെങ്കിലും ഈ കാര്യം വിടണ്ടേ? തെളിവില്ലാന്ന് കൺക്ലൂഷനൊന്നും അല്ല ഞാൻ എത്തുന്നത്. 28 ദിവസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ ന്യായം കാണുന്നില്ല, ഇതാണ്. അല്ലാതെ തെളിവില്ല എന്നല്ല. തെളിവ് ഉണ്ടാവാം, തെളിവ് മുഴുവനായിട്ടില്ലായിരിക്കാം, നിങ്ങൾക്ക് ഇനിയും ആൾക്കാരെ ചോദ്യം ചെയ്യേണ്ടി വരാം, കാര്യമൊക്കെ ശരി. ബട്ട് അതിൻ്റെ പേരിൽ ഈ മനുഷ്യനെ 1 മാസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇനി ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ട്രിഞ്ചൻ കണ്ടീഷൻ വെച്ച് ഞാൻ ഈ മനുഷ്യനെ വിടുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് കൊല്ലം വിജിലൻസ് കോടതി സത്യസന്ധമായിട്ട് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്, ഇതിന് ഉത്തരം പറയേണ്ടത്. 41 ദിവസം. There is not even an iota of evidence. Then why did you keep him for 41 days under your custody? Under your custody. It is judicial custody. ഇതിന്റെ സമാധാനം പറയേണ്ടത് പിണറായി വിജയനും അല്ല, രമേശ് ചെന്നിത്തലയും അല്ല. ഇതിന് സമാധാനം പറയേണ്ടത് കൊല്ലം വിജിലൻസ് കോടതിയാണ്. If he is so innocent.